ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കലാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഇതൊരു കിറ്റ് വാങ്ങലാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പേരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് കിട്ടി, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കാരണം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തൊക്കെ സാധനമാണെന്ന്. നമ്മൾ കടയിൽ പോയിട്ട് പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കുന്ന കിറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. നോക്ക്, ഇതാ, പിന്നെ ഇത് കളറ്, ഇതിലായാലും ഒഴിക്കേണ്ട ജെല്ലാന്ന് തോന്നും. പിന്നെ ഒരു കെട്ട പൊടിയുണ്ട, പേരറിയില്ലാന്ന് ഞാനിപ്പോഴേ പറഞ്ഞു. കാരണം ഒരു സാധനം പറഞ്ഞ് കൊടുക്കുമ്പോൾ അതിൻ്റെ പേരും കൂടി പറയണമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് മുന്നേ പറയുന്നത്. ഇതിങ്ങനെ ഒരു കിറ്റ്, അതായത് പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കുന്ന കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് നമുക്ക് ഏറ്റവും ലാഭമുള്ള കാര്യമാണ്. കാരണം ഓരോ ലിക്വിഡിൻ്റെ ചെറിയ ചെറിയ കുപ്പി വാങ്ങുമ്പോൾ 45 അങ്ങനെ പൈസ പോകും. ഇതിപ്പോൾ ഒരു ഇതിൽ 8 ലിറ്റർ ലിക്വിഡ് ഉണ്ടാക്കാം. ഒരിക്കൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കഷ്ണം പോലെയുള്ള ഒരു സാധനമാണ്, പേരറിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, 7 ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇട്ട് അതിലുള്ള ഇതൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഗൈസ്, അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എനിക്ക് തോന്നിയത് സോഡ പോലെ. ഇളക്കല്ല, ഒരു മിനിറ്റ് ഇത് തട്ടിട്ട് ഇളക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ചേർത്ത് വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെല്ല് പോലത്തെ ഒരു സാധനമാണ്. ഇത് എനിക്ക് തോന്നുന്നു സ്മെല്ല് കിട്ടാനുള്ളതാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ല മണമുണ്ട് കേട്ടോ. മറ്റേ ഓറഞ്ചിൻ്റെ അതിൻ്റെ ഉള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്മെല്ലിൻ്റെ തന്നെ. അപ്പോൾ ഗൈസ്, അടുത്തത് നമുക്ക് ഈ ലിക്വിഡിൻ്റെ കളർ വരുത്തിക്കുന്നില്ലേ, അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കിള. അപ്പം നമ്മളെ ഈ കളറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇളക്കിക്കുക. വാ, നല്ല രസമുണ്ടല്ലോ കാണാൻ ഗൈസ്. അപ്പോൾ നമ്മളെ ലിക്വിഡ് ശരിയായിട്ടുണ്ട്. 8 ലിറ്റർ നല്ല കട്ടി തന്നെ 8 ലിറ്റർ കിട്ടുന്നു കേട്ടോ. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിലുണ്ടാവും കേട്ടോ. ഓക്കെ, ബൈ.